ഈ നല്ലൊരു ഉദ്ഘാടന ദിവസമായിട്ട് എറണാകുളത്ത് ഇവിടെ ഒന്ന് ഉറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? ഡേയ്, ഞാൻ കിടന്ന് ഉറങ്ങല്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു ഗംഭീര സ്വപ്നം കാണായിരുന്നു. നമ്മുടെ ഈ ബാറ് തളിർത്ത് പന്തലിച്ച് 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ എന്നെ മാനേജരാക്കൂ. നീ പിയൂൺ കം മാനേജർ. ആദ്യം ഇതിന്റെ കാല് നീട്ട്. പിയൂൺ കം മാനേജർ. കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉദ്ഘാടന ദിവസമായിട്ട് ആദ്യം പറഞ്ഞ 50 പേർക്ക് 2 പേർക്ക് ഫ്രീ എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഭയങ്കര തള്ളൽ കിടക്കണം വെളിയിൽ. അത് മാത്രം പോരാ, അത് ശരിയാവൂല. നമ്മൾ 500 രൂപയ്ക്ക് മേളിൽ അടിക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ, സ്ക്രാച്ച് ആൻഡ് വിൻ. അത് നടക്കൂല, അത് വിജയിക്കൂല. അത് വിജയിക്കൂലെന്ന്. അതെന്ത്? ഈ സ്ക്രാച്ച് ആൻഡ് വിന്ന് വരും സ്കോച്ച് ആൻഡ് വൈൻ ആയിരുന്നെങ്കിൽ ആടിപ്പൊളിയായിരുന്നു. യവന്മാർ ആദ്യമേ എന്നെ കുളിപ്പിച്ച് കിടത്തും. പിന്നെ അന്ന് പോയിട്ട് നീ പറഞ്ഞ വഴി ആദ്യം മുതലാളി പറഞ്ഞ വഴി. ഞാനല്ലേ മുതലാളി? ഇത്രയും ലക്ഷം രൂപയും ചെലവാക്കിയിട്ടേക്കിട്ടെ ഞാനല്ലേ മുതലാളി? ഒരെണ്ണ വഴി. ആദ്യം മുതലാളിക്ക് അടിക്കണമെങ്കിൽ ഞാൻ ഒരെണ്ണം അടിച്ച് എന്റെ കൈവറയിൽ മാറിയല്ലേ മുതലാളിക്ക് ഒരെണ്ണം ഒഴിച്ചു തരാൻ പറ്റുള്ളൂ. കൈകളെയാണ് പിടിച്ച് ഞാൻ കൂടെ നിർത്തിയിരിക്കുന്നത്. ഈ പോക്കാണെങ്കിൽ നിന്നെ ഞാൻ പറഞ്ഞു വിടും. അങ്ങനെ നിങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാന്നും വേണ്ട. ഞാൻ പോലീസ് സ്റ്റേഷനൊക്കെ എഴുതിയിട്ടാണ് ഇരിക്കണത്. പിന്നെ നീ ആ ജോലിക്ക് പോവാത്തത്? എനിക്ക് വീട്ടുവേല അറിഞ്ഞൂടാ, പട്ടിയെ കുളിപ്പിക്കാൻ അറിഞ്ഞൂടാ. അതങ്ങോട്ട് പോയി തുറന്നുകൂടാ. ആൾക്കാരവിടെ തള്ളി ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. കൊള്ളാം, അടിപൊളി സെറ്റപ്പ്. ആള് കുറവ് കേട്ട. ഉദ്ഘാടന ദിവസം തന്നെ അറിഞ്ഞു കാണൂല. ബിവറേജ് പോയിട്ട് വരാനുള്ള പരിപാടികളായിരിക്കും. ബാറിലൊക്കെ ബംഗാളികളെ കൊണ്ട് നിർത്തിയേക്കണം തോന്നുന്നു. അരേ ഭായ്, മുझे एक पिक चाहिए. മലയാളത്തിൽ പറയടാ. എന്റെ ഹിന്ദി നിനക്ക് മനസ്സിലായേ? ഹലോ ഹലോ, ബംഗാളിയൊന്നും അല്ല, നല്ല ശുദ്ധ മലയാളിയാണ്. ഒരു വെക്കാഴി അറിയാം അങ്ങോട്ട്. ഉദ്ഘാടനത്തിന് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് വിളിച്ചിട്ട് ഡാഡി കിരിഞ്ഞു വന്നിരിക്കും. ഒരു ബസ് തരുമോ? പെട്ടെന്നാവട്ടെ, പെട്ടെന്നാവട്ടെ. ആരെങ്കിലും കണ്ട ഭയങ്കര പ്രശ്നമാണ്. വെള്ളം കൂടി. വെള്ളമല്ല, അപ്പൊ കാലടിച്ചോ, അതടിച്ചോ. ഇനി കുഴപ്പമില്ല. എന്നാ നിങ്ങളായിരുന്നു ഭാര്യ ഭയങ്കര കലിപ്പടേ തന്നെ. പിന്നെ ഉദ്ഘാടന ദിവസമായിട്ട് ഞാൻ വന്നടിച്ചില്ലേ, പിന്നെ വേറെ ആരടിക്കാൻ? ഒരെണ്ണം കൂടെ ഒഴി. അണ്ണൻ ഒരെണ്ണം കൂടെ കൊടു. അയ്യോ, കൂടെ ഇരുന്ന വെയിറ്റർമാരും കുപ്പിയൊക്കെ എവിടെ പോയി? ഹലോ, ഇങ്ങോട്ട് ഇങ്ങോട്ട്, ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വാ. ഈ കറങ്ങണ കസേര ഇരുന്ന് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അയ്യോ, ഇത് ശരിയാവില്ല കേട്ടോ. ഇത് അടിക്കാതെ തന്നെ പിടുത്തം വരും. ഒരു കാര്യം പറയാം, ഈ പുറത്തുനിന്ന് ഒരു സാധനം ഇവിടെ കൊണ്ട് അടിക്കാൻ പറ്റൂല. മുതലാളി ഇത് കാണുന്നുണ്ട്, പുറത്തുനിന്ന് ഒരു സാധനം ഇവിടെ അടിക്കാൻ പറ്റൂല. പറ്റൂല, ഇവിടെ അടിക്കാൻ പറ്റൂല. എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്? ഈ കള്ള് ഇവിടെ വെച്ച് കുടിക്കാൻ പറ്റൂ? ഇവിടെ ഇത് കള്ളല്ലെന്ന്. പിന്നെ ഇന്നലെ കുടിച്ച കെട്ടിറങ്ങാൻ വേണ്ടിട്ടുള്ള മോരാണ്. ഇന്നലെ കെട്ടിറക്കിട്ടാണ് ഇന്നത്തെ കെട്ട് എനിക്ക് കേട്ട. അപ്പൊ ഒരെണ്ണം അടിയാ കേട്ടെ. എടാ, ഇതേപോലത്തെ ക്ഷുദ്രജീവികളൊക്കെ വിളിച്ചുകൊണ്ടൊന്ന് ബാറിൽ നിർത്തി കഴിഞ്ഞാൽ എങ്ങനെയാടാ കള്ളുകുടിയന്മാര് വന്ന് കള്ളുകുടി? അതെ, അത് പേടിക്കണ്ട പേടിക്കണ്ട. അവൻ ചാർജ് ആയതാണ്, ചാർജ് കയറി വരണതാണ്. അവളുടെയെങ്കിലും ഇരി മക്കളെ. അതെ, നീ പെട്ടെന്ന് ഇടാ. ഭാര്യ ഭയങ്കര കലിപ്പൊന്ന് വീട്ടിൽ. അല്ല, ഇത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. ഈ പഴയതുപോലെ വീട്ടിൽ അടിയും വെള്ളമൊന്നും കേൾക്കണില്ല. നിങ്ങൾ വെള്ളം അടി നിർത്തിയാ? അയ്യോ, പെണ്ണുങ്ങളെ തല്ലൊക്കെ ഞാൻ നിർത്തി. ഒഴി. അത് ശരി. അതെന്താ കാര്യത്തില്? അതായത് അവള് എന്നെ ഈ പള്ളിപ്പരയിലൊക്കെ കൊണ്ടുപോയി ഈ ധ്യാനത്തിനൊക്കെ കൊണ്ടിരുത്തി. അങ്ങനെ ഞാൻ കുടി നിർത്തി. അങ്ങനെ ഞാൻ ഈ കുടി നിർത്തിയിട്ട് ഒരു ദിവസം ഞാൻ വൈകുന്നേരം ഇങ്ങനെ വീട്ടിൽ വന്നപ്പോൾ വീട്ടിന്റെ നടയിൽ മൊത്തം ബീഡിക്കുറ്റികൾ, ഈ കുടിച്ച വെള്ളം ഒഴിച്ച് നാശാക്കലും. അങ്ങനെ ബീഡിക്കുറ്റികൾ. ഞാൻ നേരെ മുറിക്കകത്തേക്ക് കയറി നോക്കിയപ്പോ ഡോർ ഇങ്ങനെ കുറച്ച് തുറന്നു കിടക്കുക. അതായത് കൂടെ നോക്കിയപ്പോ ഒരു പൈന്റിന്റെ ബാലൻസ്, സിഗത്തിന്റെ ബാലൻസ് മേശപ്പുറത്തിരിക്കുന്നു, കുറെ മിച്ചറിന്റെ ബാലൻസ് ഇരിക്കുന്നു. എന്നിട്ട് പിന്നെ തിരിഞ്ഞു പിരിഞ്ഞും നോക്കില്ല, ചവിട്ടി തുറന്ന് അകത്ത് കയറി അവളെ ഇങ്ങോട്ട് പിടിച്ച് ഇടിയെന്ന് പറഞ്ഞു. തള്ള സഹിക്കില്ല. ആ രീതിയിൽ ഇവളിങ്ങനെ കിടക്കുക. എനിക്ക് അരിച്ചും തീർന്നില്ല. കാലവാരി തൂക്കിയെടുത്ത് തറയടിക്കാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുനിഞ്ഞപ്പോ കട്ടിലിന്റെ അടിയിൽ ഒരുത്തം പമ്മി കിടക്കുക. അവന് അന്നത്തോടെ ഞാൻ അവളെ തല്ലൊക്കെ നിർത്തി. അണ്ണാ അടിച്ചു മാറി വെളിയിലെറിയിട്ടാണ്. എടാ പോടാ അവിടെ നിന്ന്.
എടാ അവളല്ല ആ പൈന്റ് മൊത്തം അടിച്ച് അവനല്ലേ, വെറുതെ അല്ലേ ഞാൻ അവളെ ഇട്ട് തല്ലിയത്. അന്നത്തോടെ ഞാൻ പെണ്ണുങ്ങളെ തല്ലൊക്കെ നിർത്തി. അങ്ങനെ പെണ്ണുങ്ങളെ കുറ്റം പറയല്ലേ. എന്ത് വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകളെ അങ്ങനെ കുറ്റം പറയല്ലേ. വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ ദൈവത്തെ പോലെ കാണണം, മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പം വീട്ടിൽ അടിയില്ല, വഴക്കില്ല, ശാന്തം, സമാധാനം. ആരുടെ അടുത്ത് എങ്ങനെ പറഞ്ഞു? അന്ന സ്വന്തം ഭാര്യമാരെ നമ്മൾ ചോക്ലേറ്റ് പോലെ കാണണം. മറ്റുള്ള പെണ്ണുങ്ങളോടെ ഐസ്ക്രീം പോലെ കണ്ടോ? അതെടാ അങ്ങനെ. അന്ന ചോക്ലേറ്റ് ആകുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് നല്ല വർണ്ണ കളേഴ്സൊക്കെ പൊതിഞ്ഞ് കിട്ടുമ്പോൾ അടിപൊളിയായിട്ടിരിക്കല്ലേ. നമ്മൾ ആവശ്യത്തിന് കുറച്ച് കഴിക്കാം, ഇഷ്ടമുള്ളപ്പോൾ കഴിച്ചാൽ മതി. മറ്റേ പെണ്ണുങ്ങൾ ഐസ്ക്രീം എങ്ങനെ പറയാ, കിട്ടി അപ്പോഴേ കഴിച്ചോണം, ഇല്ലെങ്കിൽ ഒലിച്ച് നാല് വാക്കിനങ്ങ് പോകും. അങ്ങനെ പറയല്ലേ. എടാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ ഭാര്യമാരെന്നല്ല മറ്റുള്ള ഒരു സ്ത്രീകളും വിശ്വസിക്കാൻ പറ്റത്തില്ല. എടാ ഈ പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബബിൾക്കം പോലെയാണ്. അത് ഈ വർണ്ണ കടലാസിൽ പോയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ സംഭവം കാണാൻ നല്ല ചന്തവും ഭംഗിയൊക്കെ കാണും. അത് നമ്മൾ കുറച്ചു നേരം വാങ്ങിച്ച് കഴിക്കും, കുറച്ച് പല്ലിലോട്ടും പുറത്തെടുത്ത് കളയുമ്പോൾ കാലിലോട്ട് കൂടെ അങ്ങ് പോകും. ഇത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? അതിന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഹലോ ഒരു സാധനം, ഒരു ചെറിയ സാധനം കൊടുത്ത ക്ലാസ്സിൽ പെട്ടെന്നാവട്ടെ കൊണ്ടുപോയി. ഒരു സന്തോഷ വാർത്തയുണ്ട്, ഒരു സന്തോഷ വാർത്ത. ഹലോ എല്ലാരും ശ്രദ്ധിക്കുക പ്ലീസ്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അപ്പോ ഈ സന്തോഷത്തിന് ഞാൻ ഒരു പെക്ക് കഴിക്കാൻ പോവുകയാണ്. എല്ലാരും ഒരു പെക്ക് കഴിക്കാം. സന്തോഷ ജന്മദിനം ജോർജന്. താങ്ക് യു ജന്മദിനം ജോർജന്. താങ്ക് യു. അപ്പോ ഈ ഹാപ്പി ബർത്ത്ഡേ പുള്ളി എനിക്ക് ആശംസ കൊണ്ട് ഈ സന്തോഷത്തിന് ഒരെണ്ണം കൂടെ വഴി നിങ്ങൾക്കും കഴിക്കാം. കഴിച്ചോളൂ. ഏകദേശം എന്റെ കോട്ട തിന്നിരിക്കുകയാണ്. ഞാൻ കഴിച്ച പൈസ ഞാനിതാ കൊടുക്കുന്നു. നിങ്ങൾ കഴിച്ച പൈസ നിങ്ങൾ കൊടുത്തോളൂ. ഇതൊന്നും സ്വഭാവമാണ് ഇത്. അണ്ണ മാച്ച് അടിക്കാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാം മാച്ച് അടിച്ചത്. ഞാൻ മാച്ച് അടിച്ചെന്റെ പൈസ ഞാൻ കൊടുത്തില്ലേ. അവൻ എന്റെ പൈസ ആര് കൊടുക്കും? എന്റെ പൈസ എന്റെ ബർത്ത്ഡേക്ക് നീ കൊടുക്കണം. ദ്രോഹമായി പോയി. അങ്ങനെ ദ്രോഹമാവും. ഹലോ 160 രൂപ. 160 എന്തിന്? 2 പാക്കിന്. ഹലോ നമ്മളെ മുതലാളി ഒന്നും ആക്കൂല, നീ പൈസ തരാ. നമ്മൾ പൂട്ടിക്കും. നമ്മൾ പൂട്ടിക്കും. ഓ കിഴങ്ങ് മുതലാളിയാണ്. അവന്മാരൊന്ന് മാറ്റി ചൂപ്പിട്ട് ഇതേപോലത്തെ 4 മുതലാളികളെ കിട്ടുമോ? ഈ VIP സെറ്റപ്പ് ഒന്നും ഇല്ലേ? ഉണ്ട് സാർ, ഉണ്ട് സാർ. ഞങ്ങള് VIP ക്ക് വേണ്ടി പ്രത്യേക ഒരു ഇതൊക്കെ തയ്യാറ് ഐറ്റംസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് സാർ. ഓക്കെ കണ്ടിട്ടൊരു ലോക്കൽ സെറ്റപ്പ്. ഇല്ല സാർ, സാർ പറഞ്ഞോളൂ സാർ. വാട്ടർ കൺട്രി വാട്ടർ. പറഞ്ഞു സാർ. താങ്ക് യു. ഗൾഫിലെ സീറ്റിന്റെ അത്ര കംഫർട്ട് ഇല്ല. അല്ല പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് ഉണ്ടോ? എന്റെ ഒരു വലിയ ആഗ്രഹമാണ് സാർ. വീട്ടിലൊക്കെ വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ്. പാസ്പോർട്ട് എടുക്കാം സാർ. എന്നെ കൂടെ കൊണ്ടുപോകും, ഗൾഫിൽ കൊണ്ടുപോകും. വാട്ട് യു മീൻ? ഞാൻ ചോദിച്ചതല്ല. പിന്നെ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു മദ്യത്തിന്റെ പേരാണ്. ഓക്കേ പാസ്പോർട്ട് ഒന്ന് നോട്ട് ചെയ്യണം, VIP ക്ക് കൊടുക്കാനായിട്ട്. അതെ. BP ഉണ്ടോ? ഓ രാവിലെ കഴിച്ചപ്പോൾ ചെറിയൊരു തലയിറക്കും ഛർദ്ദിക്കും. ഡോക്ടറോട് കാണിച്ച് 60/90 ഗുളി കഴിച്ചു. കുഴപ്പമില്ല, കുഴപ്പമില്ല സാറേ. ഉപ്പ് കുറച്ച് കഴിക്കാൻ പറഞ്ഞു. ഓ മാൻ, വാട്ട് യു മീൻ? എന്താ സാറേ? BP എന്ന് പറയുന്ന ഒരു ലിക്കറിന്റെ പേരാണ്. BP ഗോൾഡ്. ഓ സോറി സാർ, BP ഗോൾഡ് ഒന്ന് നോട്ട് ചെയ്യണം സാർ. വേറെ എന്താ സാർ? ബ്ലാക്ക് ഡോഗ് ഉണ്ടോ? ബ്ലാക്ക് ഡോഗ്. അയ്യോ എന്റെ വീട്ടിലെ മോൻ കളിക്കണം വൈറ്റ് ഡോഗ് ആണ്. ചെറിയ പപ്പി ചെറിയ. ബ്ലാക്ക് ഡോഗ് എന്ന് പറയുന്നത് ഒരു ലിക്കറിന്റെ പേരാണ്. അത് ലിക്കറാണ് സാർ. നോട്ട് ചെയ്യൂ ബ്ലാക്ക് ഡോഗ്. VIP സാർ ഇപ്പൊ സാറിന് കുടിക്കാനായിട്ട് ഇവിടെ
സീസർ ഉണ്ട്, റെഡ് ലേബൽ ഉണ്ട്, ഗ്രീൻ ലേബൽ ഉണ്ട്, MH ഉണ്ട്, അങ്ങനെ കുറച്ച് റോയൽ സ്റ്റാഗ് ഉണ്ട്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് സാർ. ഏതായിരിക്കും? ത്രിഗുണം ഉണ്ടോ? അയ്യോ, ത്രിഗുണം സുഗുണം ഇല്ല. സുഗുണനല്ല, ട്രിപ്പിൾ എക്സ്. ഈ VIP മേടിക്കണം. എടാ ചില VIP മാര് സ്റ്റാർട്ടർ ഇങ്ങനെയാണ്. അങ്ങനെയാണ്. സാർ എടുക്കാം സാർ. ജവാൻ, സൽസ, OP. ഓക്കെ പിന്നെ കഴിക്കാൻ കഴിക്കാൻ ചിക്കൻ ടിക്ക, ചിക്കൻ മംഗോളി, ചിക്കൻ സംഗീത്, ചിക്കൻ ഇറാനി എല്ലാം ഉണ്ട് സാർ. അച്ചാറുണ്ടോ? അച്ചാർ സ്റ്റാർട്ടർ ഉറക്കം കുറച്ച് അച്ചാറ് പോഞ്ഞുകൂടെ കൊണ്ട് വീട്ടിൽ കൊണ്ട് പഴിഞ്ഞെങ്കിലും കൂടി പിന്നെ പോകണ്ടേ. നിങ്ങൾ ആരെന്നാണ് ചോദിച്ചത്? കൂവാനല്ല പറയുന്നത്. ഞങ്ങളൊന്ന് ഡീൽ ചെയ്തോട്ടെ. നിങ്ങൾ കുടിക്കും സാർ. സാർ ഇരിക്കും സാർ. ഓരോ ലോക്കൽസ് സാർ. സാർ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. കൺട്രി ഫെലോസ്. ആരെങ്കിലും ഒഴിച്ച് കുറവായിരുന്നു വെള്ളം ഒഴിക്കും. നോ ഷാറുണ്ടോ? ഷാർ It's okay. I'm all right. Bathroom. സാർ അവിടെയാണ്. Bathroom. Okay. നിങ്ങൾ ഒരു VIP ഞങ്ങൾ കുടിക്കുന്ന മര്യാദ കുടിക്കണം പ്ലീസ്. ഈ ലോക്കൽസിന് ഇങ്ങനെയുള്ള സ്വഭാവമുണ്ട്. VIPസിനെ കാണുമ്പോൾ ചെറിയൊരു ചുരുക്കുണ്ട്. അയ്യോ അങ്ങനെയല്ല പിന്നെ പുള്ളിയുടെ ആ രീതിയിൽ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? അല്ല ഞങ്ങൾ VIP ട്രീറ്റ് നിങ്ങൾ ആ രീതി സംസാരിക്കും പ്ലീസ്. കണ്ടല്ലോ അവന്റെ ഡ്രസ്സ് മാത്രമേ VIP ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തോളൂ. അങ്ങനെ സംസാരിക്കും. ഒറിജിനൽ VIP അവൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ കുടിച്ചാൽ ചത്തുവോ? കണ്ട മനസ്സിലായി. നിങ്ങൾ ഇങ്ങനെ കുടിച്ചാൽ ചത്തുവോ? ഞാൻ ഡോക്ടറെ കണ്ടല്ലോ. എന്നിട്ട് എന്തിനാ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞ റെഗുലർ യൂസ് മെഡിസിൻ, അതായത് ഡെയിലി ഓരോന്ന് കഴിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ തന്നെ 5 കുടിച്ചില്ലേ വന്നിട്ട്? ഞാൻ 5-6 ഡോക്ടർമാരെ കണ്ടു. കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരെണ്ണം കൂടി ഇങ്ങോട്ട് വരും. ചത്തു പോവേ ഉള്ളൂ. കിട്ടിയില്ല. എന്താടാ എന്താടാ കഴിക്കാൻ ഉപ്പില്ല, പുളിയില്ല, മധുരമില്ല, എരിയില്ല, ഒന്നുമില്ല. എന്തിനായിട്ട് ഫ്ലാറ്റിന്റെ പൂ സ്റ്റിക്കർ ഇങ്ങനെയാണ് ഇത്ര നേരം മടിച്ച് നക്കിക്കൊണ്ടിരുന്നത് അല്ലേ? എവിടെന്നടാ ഇതൊക്കെ അല്ല ഞാൻ ഈ ഓസിനടി ഇവിടുന്ന് ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞാൽ നീ ഇവിടെ രാവിലെ വന്ന് പറ്റി കിടക്കല്ലേടാ. എടാ ഈ ഓസിനടി നിർത്തിക്കൂടെ? നീ ഇത് ആരെ കണ്ടടാ ഇങ്ങനെ പഠിക്കുന്നത്? ഞാൻ എന്റെ 3 മാമന്മാരെ കണ്ടാണ് പഠിച്ചത്. കണ്ണമാമൻ, മുരളി, രവി, ഇവര് 3 പേരും എന്റെ ഹീറോസ്. അവരൊക്കെ ഇപ്പൊ ഇവിടെ പോയി. ഇതുപോലെ ഓസിന് വാച്ചടിച്ച് അറാവലേക്ക് തോറ്റുപോയി. ഉടനെ തന്നെ നീ തോക്കൂല, നീ ചാവും. എങ്ങോട്ടെങ്കിലും കെട്ടിയെടുക്കും. അമ്മ ഇതേപോലത്തെ ഭാര്യരുണ്ടെങ്കിലേ ബാറിലോട്ട് ഓട്ടോ വിളിച്ച് വരേം വേണ്ട, അടിച്ച് സെറ്റായി കഴിഞ്ഞാൽ ഓട്ടോ വിളിച്ച് പോവേം വേണ്ട. എന്റെ ഇച്ഛായനെ കണ്ട ഇല്ല ഇതുവഴി വരണത് കണ്ട അണ്ണ? ഇല്ല കണ്ടില്ല. ഇവിടെ പുതിയ ബാർ എങ്ങാണ്ടാ തുറന്നു പറഞ്ഞേട്ടല്ലോ. ചുമ്മാ അല്ല നേരം വെളുക്കുമ്പോ ഇവിടെ വന്നിരിക്കണത്. രണ്ടിന്റെ കണ്ണ് കണ്ടാ അറിയാം ഷെയർ ടച്ച് സെറ്റ് ആയിട്ടിരിക്കണം. എന്റെ ഈ ചായ ഇവിടെ ഉണ്ടോ? ഒരു കാര്യം പറയും, ഇത് ബാറാണ്, പെണ്ണുങ്ങൾക്ക് പ്രവേശനം. അയ്യോ എന്റെ കൊച്ചിന് ചുട്ടണ പൊള്ളുന്ന പനി എണ്ണ. അണ്ണാ രാവിലെ മരുന്ന് വാങ്ങിക്കാൻ വെച്ചിരുന്ന പൈസ എടുത്തോണ്ട് അങ്ങനെ ബാറിൽ പോണെന്ന് പറഞ്ഞു പോയെണ്ണ. നിങ്ങളെ ചേട്ടൻ പുറത്തോട്ട് വരും, അപ്പോഴും കണ്ടാ നിങ്ങൾ വെളിയിലോട്ട് എന്റെ ഇച്ഛ ഇവിടെ തന്നെ ഉണ്ട്. ഇല്ല അച്ഛാ എന്റെ ഇച്ഛന്റെ ശബ്ദം മാറവിടുന്നു. ഓ എന്റെ ബാറിനകത്തെങ്കിലും ഇവളെ കൊണ്ടുള്ള ശല്യം. കൊച്ചിന് പൊള്ളണ പനി ഇവിടെ വന്നിരിക്കണ നിങ്ങള്. കൊച്ചോടേ എന്റെ കൊച്ചു വീട്ടിൽ കിടക്കണം. ഇനി അതിനെയും കൂടെ ഞാൻ ഈ ബാറിനകത്ത് കെട്ടിക്കൊണ്ട് വരണോ മനുഷ്യ? അയ്യോ മക്കളെ എവിടെ
നീ എന്തിനീ ബാറിനകത്ത് കയറുന്നു പറയുന്നത്? ഇത്രയും ആണുങ്ങളെ നിക്കണ്, ഇവരെയൊക്കെ ഭാര്യമാര് ഈ ബാറിനകത്ത് കയറി ഇറങ്ങണുണ്ടോ മനുഷ്യ? ഞാൻ ഒരു പെണ്ണല്ലേ, ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടോ മനുഷ്യ? ഞാൻ ആ ബോധം ഉള്ളതുകൊണ്ടല്ലേടി നിന്നെ കൂട്ടാതെ ഞാൻ ഒറ്റയ്ക്ക് കൂടെ വന്നത്. പിന്നെ നീയും കൂടെ ഇങ്ങോട്ട് കയറി വരേണ്ട വല്ല കാര്യമുണ്ടോ? വീട്ടിൽ വരണുണ്ടാ? വീട്ടിൽ വരണുണ്ടാന്ന്? അന്ന് നീ അങ്ങനെ പറയുന്ന? വീട്ടിൽ വരണുണ്ടോ? കൊച്ചിന് സുഖമില്ല, ആശുപത്രി കൊണ്ട് വരണുണ്ടോ നിങ്ങള്? ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വാറ. എടി നീ പള്ളിയിലച്ഛനെ വിളിച്ചോണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഈശോ മിശിഹായിരിക്കും സ്വീകരിക്കട്ടോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. നാണക്കേടല്ലേ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വരുമായിരുന്നു. നീ നിന്റെ കരളിനോട് തെറ്റ് ചെയ്യുകയാണ്. എന്റെ കരളേ മാപ്പ്. അച്ഛോ എന്താ കരളെന്ന് പറഞ്ഞ എവിടെയാണ്? നിങ്ങൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഈ ബാറ് ഇവിടെ പ്രവർത്തിക്കുന്നതിനെതിരായിട്ടുള്ള കോർട്ട് ഓർഡറാണത്. പുറം ദിവസത്തിന്റെ പൂട്ടിക്കേണ്ട അവസ്ഥയാണല്ലേ? അതെങ്ങനെ ശരിയാവും? നമ്മുടെ ബാറിന്റെ പരിസരത്ത് 2 വിദ്യാലയവും 2 ആരാധനാലയം ഉള്ളതുകൊണ്ട് ഈ ബാർ പൂട്ടിക്കണമെന്നുള്ള കോടതി ഉത്തരവായിട്ടാണ് അങ്ങേര് വന്നിരിക്കണം. ഇത് ശരിയാവില്ല. ലക്ഷങ്ങൾ മുടക്കിയാണ് ഞാൻ ഈ ബാർ തുറന്നത്. അതിനി ആര് പൂട്ടിച്ചാലും ഏത് ലെവൽ വരെ പോയാലും ഞാൻ തുറക്കും. പൊയ്ക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ ഈ മദ്യം ഈ നാട്ടിൽ നിന്ന് തന്നെ തുരത്താൻ വേണ്ടി ഞങ്ങളിതാ ഒരു ജനകീയ സമിതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. കയറി വരൂ. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഈ മദ്യത്തിനെതിരെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ സമരം ഇന്നിതാ ഇവിടെ തുടങ്ങും. മദ്യവിരുദ്ധ സമരം.